ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞതിൽ സ്ലോട്ട്സിനെ പറ്റി പഠിച്ചു. നമ്മൾ ഇതിൻ്റെ അകത്ത് പോയിൻറ്റ്സിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡ്രോയിങ് വിൻഡോ എടുത്തു, ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്തു, വരയ്ക്കാം. ഇനി പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എന്താ, ഇവിടെയുള്ള ടൂളാണ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. വളരെ അധികം ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും പറയാനുള്ളൊരു കാര്യമില്ല. ജസ്റ്റ് പോയിൻറ്റ്സ് പൊതുവെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എവിടെ നിന്നേലും പുതിയൊരു സാധനം വരയ്ക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് പോയിൻറ്റ്സ് കിട്ടില്ല നമുക്ക്. ഇപ്പം കൃത്യമായിട്ട് സെൻറ്ററിൽ നിന്ന് അല്ലാണ്ട് വരക്കണ്ടെങ്കിൽ ചിലപ്പോൾ പോയിൻറ്റ്സ് കിട്ടിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് പോയിൻറ്റ്സ് ആഡ് ചെയ്യേണ്ട സമയത്ത് ആഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് പോയിൻറ്റ്സ് ടൂൾ. അപ്പോൾ പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഞാനിതാ ഇവിടെ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തത് പോയിന്റ് പ്രോപ്പർട്ടി മാനേജർ ഉണ്ട് പോയിന്റിൻ്റെ. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതിൻ്റെ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്, അതായത് ഈ പോയിന്റിൽ നിന്നുള്ള ഇതിൻ്റെ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് ഞാനപ്പോൾ ഒരു 50ഉം ഇത് 30ഉം കൊടുത്തു. അപ്പോൾ ഈ പോയിന്റ് ഇവിടത്തേക്ക് മാറി, അതായത് കറക്റ്റായ പൊസിഷനിലോട്ട് മാറി. ഇനി ഞാൻ ഇതിനൊരു റിലേഷൻ ആഡ് ചെയ്യുന്നു, ഫിക്സ് ചെയ്യാനുള്ള റിലേഷൻ കൊടുത്തു. ഇപ്പം ഈ പോയിന്റ് ഫിക്സ്ഡ് ആണ്. ഇനി ഈ പോയിന്റ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാണിച്ചത് ഞാൻ ഇതിൻ്റെ പാരാമീറ്റർ 60 ആക്കി, കണ്ടോ, വീണ്ടും 50ലേക്ക് തന്നെ തിരിച്ചു. ഇത് 100 ആക്കി, 30ലേക്ക് തന്നെ തിരിച്ചു. അതായത് ഇത് ഓൾറെഡി ഫിക്സ്ഡ് ആയി. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അവിടെ സെറ്റായി. ഇനി ഇത് മാറ്റണമെങ്കിൽ ഇതിൻ്റെ എക്സിസ്റ്റിംഗ് റിലേഷനിലെ ഫിക്സ്ഡ് എടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 60 100 സോറി ആ പോയിന്റ് അങ്ങെത്തി 100 ആ പോയിന്റ് മാറ്റി. അപ്പോൾ ഇതാണ് ഞാൻ വീണ്ടും തന്നെ ഫിക്സ് ചെയ്ത്. ഇതുപോലെ നമുക്ക് പോയിന്റ് ഇടാൻ ജസ്റ്റ് എത്ര പോയിന്റ് ആണെങ്കിലും നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ പോയിന്റ്സ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.